ഹലോ ഗേഴ്സ്, അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഇന്ന് ഒരു വ്ളോഗ് എടുക്കുന്നു. കാരണമൊന്നുമില്ല, വെറുതെ എടുക്കുന്നതാണ്, ഒരു രസമല്ലേ. പിന്നെ വ്ളോഗ് എടുക്കാൻ ചാൻസ് കിട്ടിയാൽ ആരാണ് എടുക്കാണ്ട് നിൽക്കുക, അതുകൊണ്ട് യെസ്. സോ ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വൈഷ്ണവും കൂടിയിട്ട്, നിങ്ങൾക്ക് എന്നെ മുങ്ങാണെന്നുണ്ടോ അറിയില്ല. ഓക്കെ, പിന്നെ എല്ലാവരും ഹെൽമെറ്റ് ഇടണം പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ഏതേലും സ്ഥലം 5:30 ഓക്കെ 7:00 എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ മുഖം. ഓക്കെ, അത്ര മതി. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ പൊടിയും കാറ്റെല്ലാം കൊണ്ടിട്ടാണ് പോകുന്നത്. വളരെ ആധുനികമായിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. സ്കൂട്ടറിലാണ് നമ്മൾ പറക്കുന്നത്. പിന്നെ എനിക്ക് പണ്ട് ഫെറാറിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല. ഓക്കെ, ഓൺ ദ വേ നമുക്ക് ട്രാവൽ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കാം. ഇപ്പം എന്തായാലും ഒരു സംസാരിക്കാനുള്ള തേങ്ങ എൻ്റെ അടുത്തില്ല. എൻ്റെ കുറേ കുണ്ടും കുഴിയുണ്ട് ഗൈസ്. വളരെയധികം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടായതുകൊണ്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതോ സ്ഥലത്തെത്തി ഗൈസ്. ശരിയെന്നാ, ബോധമുള്ളവരും തിരിച്ചു വിളിക്കാന്നല്ല, ആള് വർപ്പി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ 7:30 വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. ഗൂഗിൾ മാപ്സാണ് നമ്മളെ വഴികാട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഒന്ന് ഇറങ്ങിയിട്ട് വഴിയൊക്കെ ചോദിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ബേസിക്കലി. ഇപ്പം കറൻ്റ് നമ്മൾ കണ്ണൂരിലൊരു സ്ഥലത്തുള്ള എക്സാക്റ്റായിട്ട് അറിയാം. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ 7:30 പോകുന്നത്. മാപ്സിൽ നമുക്ക് 45 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. 1.21 hours എക്സാക്ട്ലി ഉള്ളത്. അപ്പോൾ ഓക്കെ, അത്രയ്ക്കും ഡ്യൂറേഷൻ ഉണ്ട്, സീനില്ല. നമ്മളിങ്ങനെ എത്രയോ ട്രാവൽ ചെയ്തതാണ്, സീനില്ല. അപ്പോൾ ഓക്കെ, ട്രാവലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ആക്കാം വീഡിയോയിൽ. യെസ്, എൻ്റെ കൂടെയുള്ള പ്രൊഫഷണൽ റൈഡർ സംഗീതം കാണിക്കാം. ഹലോ അണ്ണാറ്റി മോറ്റി കണ്ടോളൂ. പ്രൊഫഷണലിസം ഉള്ള ഒരു റൈഡർ. ബൈ ദ വേ, ഇങ്ങനെ സ്റ്റണ്ട്സ് ഒന്നും വണ്ടി ഓടിക്കുന്ന സമയത്ത് കളിക്കാൻ പാടില്ല. ഓക്കെ, സ്റ്റണ്ട്സ് ആർ പെർഫോംഡ് ബൈ പ്രൊഫഷണൽസ് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രൊഫഷണൽസ് ഒന്നുമല്ല, കുഞ്ഞു വ്ളോഗ് എടുക്കുന്നതേ ഉള്ളൂ, വലിയ പൈസക്കാരൊന്നുമല്ല. എന്തായാലും പൈസക്കാരാവും, അത് വേറെ വിഷയം. പക്ഷേ യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വന്ന് കണ്ണൂരും വിട്ട് വേറെ ഏതോ ഒരു പ്രദേശത്തിലേക്ക് കയറിയിരിക്കുന്നു. അല്ല, ദിശ മാറിപ്പോയ. നമ്മൾ ചെക്കിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൽ വന്നിരിക്കുന്നു. ഗൂഗിൾ മാപ്സ് വെച്ചിട്ടാണ് വരുന്നത്. സോ അതിൻ്റെ ഇടയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ, സീനറി എല്ലാം നിങ്ങൾ കാണൂ, ആസ്വദിക്കൂ. നോ പാർക്കിംഗ് ഏരിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതന്നെ, പെട്രോൾ പമ്പിന് മുമ്പിലാണ് ഉദ്ദേശിച്ചത്. കുറേ സ്കൂളുകളുള്ളൊരു സ്ഥലമാണ്. വളരെ ആധുനികമല്ലാത്ത ഭൂപ്രകൃതിയെല്ലാം ഉള്ള ഒരു നല്ല വിശാലമല്ലാത്തൊരു, ആരും പോകാത്തൊരു സ്ഥലമാണ്. വളരെ പരിചയമില്ലാത്ത കുറേ സ്ഥലപ്പേരുകളുണ്ട്. ഓക്കെ ഏതൊക്കെയാ സ്ഥലങ്ങൾ.
അപ്പോൾ നമ്മൾ കറങ്ങി കണ്ണൂരിൻ്റെ പരിസരമല്ല, കണ്ണൂരിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ അടൂർ എന്ന് പറയുന്ന വേറെ ഏതോ സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വേറെ തന്നെ ഒരു അടൂരാണ്. ഒരു റൂറൽ എൻവയറമെൻ്റാണ് മോസ്റ്റ്ലി ഉള്ളത്. കുറേ പരിചയമില്ലാത്ത കുറേ വീടുകളും കുറേ പരിചയമില്ലാത്ത കുറേ സ്ഥലങ്ങളും കുറേ ഒന്തവും കുറേ ഇറക്കങ്ങളുള്ള ഒരു കുന്നുപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് ബേസിക്കലി. സോ അങ്ങനെ. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചുറ്റിക്കറങ്ങി ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരത്ത് നിന്ന് നമ്മൾ 7.5 കുണ്ട് 7.5 കുണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പോകുന്ന ദിശയിലേക്ക് കുറച്ച് മഴയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ വലിയ സീനുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും നോക്കാം. സെറ്റ്. അപ്പോൾ നമ്മൾ 7.5 കുണ്ടിൻ്റെ പ്രദേശത്തിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഭയങ്കര ഒരു മൂകതയുള്ള ഒരു ക്ലൈമറ്റാണ്. മഴയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയം പോലെയാണുള്ളത്. മോനെ നോക്കൂ, വഴി കുറച്ച് എകരമുള്ളതാണ്. അതുകൊണ്ട് ബ്രേക്കെല്ലാം കുറച്ച് നേരമായിട്ട് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല വാട്ടർഫോൾസിൻ്റെ സൗണ്ട് ഇവിടുന്ന് വരുന്നുണ്ട്. നല്ല തിരക്കും കാര്യമെല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. ശരിയെന്നാ. അപ്പോൾ ഗൈസ്, നമ്മൾ 7.5 കുണ്ടിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ കാണൂ, വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ഇതാണ് വൈഷ്ണവ്, നമ്മളെ എല്ലാമായ ചെക്കൻ.
ഗൈസ്, അപ്പോൾ നമ്മൾ കയറി ഒരു പരുവത്തായി. നിങ്ങൾ വൈകണ്ടോ? അതല്ലേ അപ്പോൾ അതാണ് ഗൈസ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ക്ഷീണം പിടിച്ചു പോയി. നല്ല അപ്പൊ ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് അവസ്ഥ. ഷോ അങ്ങനെ. അപ്പോൾ കുറച്ച് നേരം പിന്നെയും മുങ്ങിയതിന് ശേഷം പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ വാട്ടർഫോൾസ് എല്ലാം കണ്ട് ആസ്വദിച്ച് ഡ്രസ്സെല്ലാം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നതാണ്. ഇനി മടങ്ങുന്ന ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. ശരിയതാ ഗൈസ്. അപ്പം നമ്മൾ വന്ന പോലെ മടങ്ങുകയാണ്. എൻ്റെ മോനെ, ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വളരെയധികം ആസ്വദിച്ചു, ആർമാദിച്ചു, നല്ല രീതിയിൽ സമയം യൂട്ടിലൈസ് ചെയ്തു. മീൻസ് ഇപ്പം മടങ്ങുകയാണ്. ഓൾസോ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിചാരിച്ച പോലത്തെ ഒരു കിടിലം പോലത്തെ ഒരു അഡ്വഞ്ചർ ആയിരുന്നു സംഭവം. നിങ്ങൾ ഇതേപോലെ പ്ലാനൊന്നും ചെയ്യാണ്ട് ഇറങ്ങണം, നല്ല രസമുണ്ടാവും, വൈബായിരിക്കും. കമോൺ ഗൈസ്, എല്ലാവരും ഉണരൂ, എല്ലാവരും ചിരിക്കൂ. അല്ല, മലപ്രദേശങ്ങൾ, സിറ്റി പോയാലേ ഇവിടെ കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് കാറ്റുണ്ടാലോ. അപ്പത്തേക്ക് 6 മണി. വേഗം നടക്കണം. ഈ സ്റ്റിക്ക് എന്താന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു മോളയാണ്. അതുപോലെ വേണം. ഗൈസ്, അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്.
നമ്മളിനി മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയുക എന്താ പറയുക മടങ്ങുന്നതായിരിക്കും, പ്രോപ്പറായിട്ട് മടങ്ങുന്നതായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് ഞാൻ കയറും, എന്നിട്ട് നേരെ എസ്കേപ്പ് ആവും, സ്കൂട്ടാവും. സോ ടിൽ അനദർ വ്ളോഗ്. സോ അടുത്ത വ്ളോഗ് വരുന്നവരെ ശരിയെന്ന ശുഭദിനം. സീരിയസ്.